എസെക്കിയേൽ അധ്യായം 24. ക്ലാവ് പിടിച്ച കലം. 9-ാം വർഷം 10-ാം മാസം 10-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇതേ ദിവസത്തിന്റെ തന്നെ പേരെഴുതുക. ബാബിലോൺ രാജാവ് ജെറുസലേമിനെ ആക്രമിച്ചത് ഈ ദിവസമാണ്. നീ ധിക്കാരികളുടെ ഈ ഭവനത്തോട് ഒരു അന്യാപദേശം പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഒരു കലമെടുത്ത് അതിൽ വെള്ളമൊഴിക്കുക. എന്നിട്ട് മാംസകഷണങ്ങൾ, തുടയുടെയും കൈക്കുറകിന്റെയും നല്ല കഷണങ്ങൾ ഇടുക. നല്ല എല്ലുകൊണ്ട് അത് നിറയ്ക്കുക. ആട്ടിൻ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതിനെ വേണം എടുക്കാൻ. അതിനു കീഴിൽ വിറകടുക്കി നല്ലതുപോലെ വേവിക്കുക. എല്ലിൻ കഷണങ്ങളും അതിൽ കിടന്നു തിളക്കട്ടെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കിലമായ നഗരമേ, തുരുമ്പ് പിടിച്ച പാത്രമേ, തുരുമ്പ് വിട്ടുപോകാത്ത പാത്രമേ, നിനക്ക് ദുരിതം. പ്രത്യേകം തിരഞ്ഞെടുക്കാതെ കഷണം കഷണമായി അതിൽ നിന്ന് കോരിയെടുക്കുക. അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മധ്യത്തിൽ തന്നെയുണ്ട്. അവൾ അത് വെറും പാറമേലാണ് ഒഴുക്കിയത്. മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അവൾ അത് നിലത്തൊഴിച്ചില്ല. എന്റെ ക്രോധം ഉണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറയുടെ മുകളിൽ ഞാൻ നിർത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കിലമായ നഗരത്തിന് ദുരിതം. വിറകു കൂമ്പാരം ഞാൻ വലുതാക്കും. വിറകു കൂട്ടി തീ കൊളുത്തുക. മാംസം നന്നായി വേവിക്കുകയും ചാറ് വറ്റിക്കുകയും ചെയ്യുക. എല്ലിൻ കഷണങ്ങൾ കരിയട്ടെ. പാത്രം ശൂന്യമാക്കി തീ കനലിന്മേൽ വയ്ക്കുക. അങ്ങനെ അതിന്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ. എന്റെ പ്രയത്നം വിഫലമാണ്. അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല. നിന്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എന്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധയാവുകയില്ല. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു, ഇത് പൂർത്തിയാകും. ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പിന്മാറുകയോ മാപ്പ് നൽകുകയോ മനസ്സ് മാറ്റുകയോ ഇല്ല. നിന്റെ മാർഗങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഭാര്യയുടെ മരണം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത്. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകരുത്. നെടുവേർപ്പിടാം, എന്നാൽ ഉച്ചത്തിലാകരുത്. മരിച്ചവരെ ഓർത്ത് നീ വിലപിക്കരുത്. നീ തലപ്പാവ് കെട്ടുകയും പാതുകങ്ങൾ അണിയുകയും ചെയ്യുക. നീ അധരം മറയ്ക്കരുത്. വിലാപഭോജ്യം ഭക്ഷിക്കുകയുമരുത്. പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ജനത്തോട് സംസാരിച്ചു. സായംകാലത്ത് എൻ്റെ ഭാര്യ അന്തരിച്ചു. എന്നോട് കൽപ്പിച്ചിരുന്നതുപോലെ ഞാൻ അടുത്ത പ്രഭാതത്തിൽ പ്രവർത്തിച്ചു. ജനം എന്നോട് ചോദിച്ചു, നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ഞങ്ങളോട് പറയുകയില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് അരുളി ചെയ്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങളുടെ ശക്തിയുടെ അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിന്റെ അഭിലാഷവും ആയ എന്റെ വിശുദ്ധ സ്ഥലം ഞാൻ അശുദ്ധമാക്കും. നീ വിട്ടുപോന്ന പുത്രന്മാരും പുത്രിമാരും വാണിനിരയാകും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മറയ്ക്കുകയോ വിലാപഭോജ്യം ഭക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാതുകങ്ങളും ഉണ്ടാകും. നിങ്ങൾ കരയുകയോ പ്രലപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തനും അപരനെ നോക്കി ഞരങ്ങും. ഇങ്ങനെ എസെക്കിയേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. മനുഷ്യപുത്ര, ഞാൻ അവരിൽ നിന്ന്
അവരുടെ ദുർഗവും ആനന്ദവും മഹത്വവും കണ്ണുകൾക്ക് ആനന്ദവിഷയവും ഹൃദയങ്ങളുടെ അഭിലാഷവും ആയതിനെയും അവരുടെ പുത്രീപുത്രന്മാരെയും എടുക്കുന്ന ദിവസം ഒരു അഭയാർത്ഥി വന്ന് ഈ വാർത്ത നിന്നെ അറിയിക്കും. അവനോട് അന്ന് നീ വായ് തുറന്ന് സംസാരിക്കും. അപ്പോൾ മുതൽ നീ ഊമനായിരിക്കുകയില്ല. അങ്ങനെ നീ അവർക്ക് അടയാളമായിരിക്കും. ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും.